അങ്ങനെ കുറച്ച് നാളുകളായിട്ട് ആപ്പിളിന് ഇന്നോവേഷൻ ഇല്ല, മറ്റേതില്ല, മറിച്ചതില്ല എന്ന് പറഞ്ഞ് നടന്നവന്മാരുടെയൊക്കെ വാ അടപ്പിച്ചിട്ടുണ്ട് ആപ്പിൾ. മറ്റൊന്നുമല്ല, ഇതുവരെ ടെക് ലോകം കണ്ടിട്ടില്ലാത്ത ഒരു മരണമാസ സാധനമായിട്ടാണ് ആപ്പിൾ വന്നേക്കുന്നത്, ആപ്പിളിൻ്റെ സ്വന്തം വിഷൻ പ്രോ. ഇതിനോടനുബന്ധിച്ച് ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിലീസുകളായിട്ടുള്ള iOS 17, iPadOS 17, watchOS 10 ഇതുപോലുള്ള റിലീസുകളെല്ലാം തന്നെ ഇന്നലെ നടന്ന WWDC എന്ന് പറയുന്ന ഒരു ഇവൻറ്റിൽ വെച്ച് നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു ഇവൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസ് എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ക്വിക്ക് റീക്യാപ്പാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് Milan ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഇവൻറ്റ് തുടങ്ങിയത് തന്നെ ആപ്പിളിൻ്റെ പുതിയ 2 മാക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. ആക്ച്വലി 2 3 മാക്കുകൾ. അതിൽ 2 അപ്ഗ്രേഡേഷനാണ്. നിലവിലുണ്ടായിരുന്നതിൽ നിന്ന് അതിൻ്റെ പ്രൊസസ്സർ വൈസുള്ള അപ്ഗ്രേഡേഷനും ഒരു പുതിയ മാക്ബുക്ക് എയറും. നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ചെയ്ത ലീക്സ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് 15 ഇഞ്ച് മാക്ബുക്ക് എയർ വരും എന്നുള്ള കാര്യം. ഇതിൻ്റെ ആകെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ഒരു ഡിസ്പ്ലേ സൈസിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി ഇൻറ്റേർണലി അതോടൊപ്പം തന്നെ ഡിസൈൻ വൈസും എല്ലാം സിമിലർ ടു നമ്മളുടെ കറൻ്റ്ലി അവൈലബിൾ ആയിരിക്കുന്ന 13 ഇഞ്ച് മാക്ബുക്ക് എയർ തന്നെയാണ്. രണ്ടാമത് നിലവിലുണ്ടായിരുന്ന മാക് സ്റ്റുഡിയോയും അതോടൊപ്പം തന്നെ മാക് പ്രോയും. നമുക്കറിയാം ഈ 2 ഡിവൈസുകളും. ഇതിൽ ഈ മാക് പ്രോ എന്ന് പറയുന്നത് ഇതുവരെ ഈ ഒരു മാക് സിലിക്കൺ ആപ്പിളിൻ്റെ സ്വന്തം സിലിക്കൺ ഇറങ്ങിയതിന് ശേഷവും ഇൻറ്റൽ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻറ്റൽ ബേസ്ഡ് പ്രോസസ്സർ മാത്രം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡെസ്ക്ടോപ്പ് ആയിരുന്നു മാക് പ്രോ എന്ന് പറയുന്നത്. അതും ഇപ്പം അപ്ഗ്രേഡ് ചെയ്തു. ഇത് രണ്ടും M2 അൾട്ര എന്ന് പറയുന്ന ചിപ്പിലേക്കും M2 മാക്സ് എന്ന് പറയുന്ന ചിപ്പിലേക്കുമാണ് അപ്ഗ്രേഡ് ചെയ്തേക്കുന്നത്. മൂന്നാമത് അപ്ഡേറ്റുകളുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു സംശയം കൂടാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദ സ്റ്റാർ ഓഫ് ദ ഷോ അല്ലെങ്കിൽ സ്റ്റാർ ഓഫ് ദ ഇവൻറ്റ് മറ്റൊന്നും തന്നെയല്ല ആപ്പിളിൻ്റെ മിക്സ്ഡ് റിയാലിറ്റി ഹെഡ്സെറ്റ് ആയിട്ടുള്ള വിഷൻ പ്രോ എന്നുള്ളത്. ഈ ഒരു മിക്സ്ഡ് റിയാലിറ്റി ഹെഡ്സെറ്റ് വർക്ക് ചെയ്യുന്നത് വിഷൻ OS എന്ന് പറയുന്ന പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. ഈ ഒരു ഡിവൈസിനെ പറ്റി നമുക്ക് പറഞ്ഞങ്ങ് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. കാരണം നിങ്ങളത് നേരിട്ടായ ഇവൻറ്റിൻ്റെ വീഡിയോ കണ്ട് മനസ്സിലാക്കണ്ടേ. അത് കണ്ടാലേ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കുള്ളൂ. ഒരിക്കലും പറഞ്ഞത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതൊരു ഐറ്റമാണ്. കാരണം ഈ അടുത്തെങ്ങും തന്നെ ഒരു ടെക് കമ്പനി പോലും ഇത്രയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. കാരണം അത്രയ്ക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അറിയാൻ സാധിച്ചാൽ ഏകദേശം ഒരു 10-8 വർഷമായിട്ട് ആപ്പിൾ ഇതിൻ്റെ പുറകിലാണ്. ഈ ഒരു മിക്സ്ഡ് റിയാലിറ്റി ഹെഡ്സെറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൻ്റെ പുറകിലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു 10 years ഹോംവർക്ക് ചെയ്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഐറ്റത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു നമുക്ക് പറയേണ്ടതായിട്ടുള്ള നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം ഫങ്ഷണാലിറ്റീസും ഫീച്ചേഴ്സും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആൻഡ് ഫീച്ചേഴ്സിലേക്ക് വരുമ്പം ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നോർമലി നമ്മളൊരു മിക്സ്ഡ് റിയാലിറ്റി ഹെഡ്സെറ്റ് കാണുന്ന ആ ഒരു ടൈപ്പ് പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതൊരു ആപ്പിളിൻ്റേതായിട്ടുള്ളതുകൊണ്ട് ആപ്പിളിൻ്റേതായിട്ടുള്ള ഒരു ടച്ച് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ ഫ്രണ്ടിൽ ഗ്ലാസ് ആണ്. അതിന് ഐ സൈറ്റ് എന്ന് പറയുന്നൊരു ഫങ്ഷണാലിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഗ്ലാസിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഓൾറെഡി ഡിസ്പ്ലേ ആണ് ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുള്ള ആരെങ്കിലും നമ്മൾ ഈ ഒരു VR ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളുടെ അടുത്ത് ആരെങ്കിലും വന്ന് നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കണ്ണുകൾ അവർക്ക് ആ ഒരു ഡിസ്പ്ലേയുടെ ഫ്രണ്ടിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് സീ ത്രൂ, അതായത് നമ്മൾ അതിൻ്റെ അകത്തൂടെ നോക്കിയാൽ എങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞ പോലെ ഇരിക്കും. അങ്ങനെ ഐ സൈറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ അതിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന പോലത്തെ ഒരു കൺട്രോളറോ കയ്യിൽ വെച്ച് യൂസ് ചെയ്യേണ്ട ഒരു സാധനം സ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കംപ്ലീറ്റ്ലി നമ്മളുടെ കണ്ണുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. അതായത് നമുക്ക് കണ്ണുകൾ കൊണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഓപ്ഷൻസുകൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഹാൻഡ് ജെസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഓരോന്നും സെലക്ട് ചെയ്യുന്നതും സ്വൈപ്പ് ചെയ്യുന്നതും മാറ്റുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏകദേശം 12 ക്യാമറാസാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഈ ഒരു ഡിവൈസ് സ്റ്റാൻഡ് ലോൺ ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് സെപ്പറേറ്റ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊടുത്തേക്കുന്നത് വിഷൻ OS എന്നുള്ളത്. അതോടൊപ്പം ഇതിൻ്റെ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഫേസ് ID പകരം ഇതിൽ ഒപ്റ്റിക് ID എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചറാണ് ആപ്പിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒപ്റ്റിക് ID എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണുകളാണ് സ്കാൻ ചെയ്യുന്നത്. നമ്മുടെ റെറ്റിന സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ ബയോമെട്രിക്സ് വെച്ചിട്ടാണ് ഇത് അൺലോക്ക് ചെയ്യുന്നതും യൂസ് ചെയ്യാനും സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേസ് എന്ന് പറയുന്നത് ഏകദേശം 23 മില്യൺ പിക്സലുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഐഫോണിലോ ഐപാഡിലോ ഒന്നും കാണുന്നതിൻ്റെ ഒരു 10-20 ഇരട്ടി പിക്സൽ ഡെൻസിറ്റിയാണ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നത്. ഹാർഡ്വെയറിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഇത് പവർ ചെയ്യുന്നത് M2 പ്രോസസ്സറാണ്. അതോടൊപ്പം തന്നെ R1 എന്നുള്ള ഒരു കോ പ്രോസസ്സറും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ R1 എന്ന് പറയുന്നത് എന്തെങ്കിലും റിയാലിറ്റി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള റിയാലിറ്റി 1 എന്നോ എങ്ങനെയെങ്കിലും ആയിരിക്കും. കാരണം ഈ ഒരു R1 എന്ന് പറയുന്ന കോ പ്രോസസ്സറാണ് ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അതായത് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മൂവിയിൽ തിയേറ്റർ മോഡ് എന്ന് പറയുന്ന മോഡുണ്ട്. അതിൽ നമുക്ക് എവിടെ പകലെടുത്തിട്ടാണെങ്കിലും നമ്മൾ സിനിമ കണ്ടാലും നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ലഭിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതുപോലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള ഈ ഒരു റിയാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള സകല പ്രോസസ്സിങ്ങും നടക്കുന്നത് ഈ ഒരു R1 എന്ന് പറയുന്ന അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ചിപ്പ് ഉപയോഗിച്ചിട്ടാണ്. അതോടൊപ്പം തന്നെ
M2 പ്രോസസ്സറാണ് ബാക്കിയുള്ള ഓവറോൾ ഫങ്ഷനാലിറ്റി, അതായത് വോയിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇതുപോലുള്ള ആപ്ലിക്കേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതും ആക്സസ് ചെയ്യുന്നതും എല്ലാം തന്നെ M2 ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ പോലെ തന്നെ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ളൊരു ഓഡിയോ സിസ്റ്റമാണ് അല്ലെങ്കിൽ ഫങ്ഷനാലിറ്റിയാണ് ഓഡിയോയ്ക്ക് ഉള്ളത്. അതായത് വേൾഡിലെ ഏറ്റവും ആദ്യത്തെ റേ ട്രേസിംഗ് ഓഡിയോ ഫങ്ഷനാലിറ്റിയാണ് ആപ്പിൾ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഫൈനലി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം തന്നെയാണ്. അതായത് 4000 വരെ വരുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $3,499 ആണ്. ഏകദേശം ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്കൊരു 3 lakhs വരും. സോ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡിവൈസ് അല്ല. കാരണം ഇത്ര ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പം തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള പ്രൈസും ഇതിനാകും. പക്ഷേ നമുക്ക് പേടിക്കേണ്ട, അടുത്ത വർഷം 2025 തോന്നും ആപ്പിൾ ഇതിൻ്റെ ഒരു ലോവർ എൻഡ് വേർഷൻ ആപ്പിൾ എന്തായാലും മാർക്കറ്റിൽ കൊണ്ടുവരും എന്നാണ് നമ്മളുടെ റോസിയാങ്ങും മിഞ്ചിക്കോയും ഒക്കെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. ഇനി നമുക്ക് OS അപ്ഡേറ്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പം ഇതിലെ എല്ലാ ഫീച്ചേഴ്സും ഞാൻ എടുത്ത് പറയുന്നില്ല. കാരണം ഓൾറെഡി നമ്മളുടെ 12 miniയിൽ ഞാൻ iOS 17 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ താമസിക്കാതെ തന്നെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ എല്ലാത്തിൻ്റെ കാര്യത്തിലും, എല്ലാ OSകളുടെ കാര്യത്തിലും. iOS 17 പറ്റി ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ വളരെ ശാന്തമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കുറേയധികം ചപ്പ് ചവറ് ഫീച്ചേഴ്സ് തള്ളി വെക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഉപകാരപ്പെടുന്ന, യൂസേഴ്സിന് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടേ ഉള്ളൂ ഈ ഒരു അപ്ഡേറ്റ്. എന്നാൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന അപ്ഡേറ്റുകളെല്ലാം തന്നെ അല്ലെങ്കിൽ പുതിയ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന ഫീച്ചേഴ്സുമാണ്. ഇതിൽ ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ആപ്പിലാണ്. ഫോൺ ആപ്പിനകത്ത് നമ്മളുടെ കോൾ വരുന്ന ഒരു UI കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ആപ്പിൾ റീവാമ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി മുതൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കോൺടാക്ട് പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന നമ്മളുടെ ആ ഒരു പേര്, ഫോട്ടോ, അതിൽ നമുക്ക് ഇമോജിയൊക്കെ ആഡ് ചെയ്യാം, കളേഴ്സ്, അതോടൊപ്പം തന്നെ അതിൻ്റെ ടോണുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത് കോൺടാക്ട് കാർഡാണ്. അതായത് നമുക്ക് വളരെ സൂപ്പറായിട്ടുള്ള കോൺടാക്ട് കാർഡുകൾ നമുക്ക് ഇനി മുതൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത് വന്നത് ലൈവ് വോയിസ് മെയിൽ എന്ന് പറയുന്ന ഫങ്ഷനാലിറ്റിയാണ്. മൂന്നാമത് വന്ന ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ലൈവ് വോയിസ് മെയിൽ എന്ന് പറയുന്ന ഫങ്ഷനാലിറ്റിയാണ്. വോയിസ് മെയിൽ വരുന്നത് നമുക്കറിയാം ഓഡിയോ ആണ്. അത് ടെക്സ്റ്റ് രീതിയിൽ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുന്ന ഒരു ഫങ്ഷനാലിറ്റിയാണ് ഈ ഒരു ലൈവ് വോയിസ് മെയിൽ എന്ന് പറയുന്നത്. ആൻഡ് നാലാമത്തെയും അഞ്ചാമത്തെയും ഫീച്ചേഴ്സ് വന്നിരിക്കുന്നത് നമ്മുടെ ഫേസ് ടൈമിനും iMessagesന്റെ കാര്യത്തിലാണ്. ഫേസ് ടൈമിൽ നമ്മൾ വിളിക്കുന്ന ആൾ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ മെസ്സേജുകൾ അയക്കാം. അതോടൊപ്പം തന്നെ iMessageൽ നമുക്ക് ചെക്ക് ഇൻ എന്ന് പറയുന്ന ഒരു സേഫ്റ്റി ഫീച്ചറും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് പരിചയപ്പെടുത്തിയതാണ് എയർ ഡ്രോപ്പ്. എയർ ഡ്രോപ്പിൻ്റെ കാര്യത്തിലും വലിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, പുതുതായിട്ടൊരു ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, നെയിം ഡ്രോപ്പ്. അതായത് ഇനി മുതൽ നമുക്ക് കോൺടാക്റ്റുകൾ ആർക്കെങ്കിലും, നമ്മുടെ കോൺടാക്റ്റ് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോണുകൾ തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ മാത്രം മതി. ഇതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഇതുവരെ ഏതെങ്കിലും ഒരു എയർ ഡ്രോപ്പ് ഫയൽ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിവൈസുകൾ തമ്മിൽ അടുത്ത് വേണം. ഈ ഒരു സെയിം ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഫയൽ ട്രാൻസ്ഫറിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളായിരുന്നു. എന്നാൽ ഇനി മുതൽ നിങ്ങൾ ആ ഫയൽ ട്രാൻസ്ഫറിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴി പോയാലും ഓവർ ദ എയർ ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ഈ ഒരു ഫയൽ ട്രാൻസ്ഫറിങ് യാതൊരു ക്വാളിറ്റിയിലും കാര്യങ്ങളിലൊന്നും ഒരു കുറവ് വരാതെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് നമ്മൾ ലീക്സ് വീഡിയോസിലെല്ലാം പറഞ്ഞൊരു കാര്യമാണ്, ആപ്പിൾ പുതുതായിട്ടൊരു ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ജേണൽ ആപ്പ്. ഈ ഒരു ജേണൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡേ ടു ഡേ നടക്കുന്ന ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യാനും അത് നമ്മളെ ഫ്രണ്ട്സിനും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാനും സാധിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മളെ ഫേസ്ബുക്കോ ട്വിറ്റർ പോലെ അത്ര സോഷ്യൽ മീഡിയ അല്ല. ഇത് നമ്മളെ വളരെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിനകത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫങ്ഷനാലിറ്റിയാണ്. ആൻഡ് ഫൈനലി സ്റ്റാൻഡ് ബൈ മോഡ്. പുതിയൊരു മോഡാണ് നമ്മുടെ ആപ്പിൾ വാച്ചിലുള്ള നൈറ്റ് സ്റ്റാൻഡ് മോഡിൻ്റെ ഒരു ഐഫോൺ വേർഷൻ. ഇതിനെപ്പറ്റി നമ്മൾ ലീക്സ് വീഡിയോയിൽ സംസാരിച്ച കാര്യമാണ്. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിവൈസ് ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ഒരു ചെറിയ വിജിറ്റ് രൂപത്തിൽ അല്ലെങ്കിൽ ചെറിയൊരു ഗ്ലാൻസ് ആയിട്ട് നമുക്ക് കാണിക്കുന്നതായിരിക്കും. ആൻഡ് സിറിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇനി മുതൽ നമുക്ക് സിറിനെ വിളിക്കാൻ അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്യാൻ ഹേ എന്ന പേര് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സിറി മാത്രം ഉപയോഗിച്ചാൽ മതി, അത് ഇൻവോക്ക് ആയിക്കോളും. രണ്ടാമത് ഇൻട്രൊഡ്യൂസ് ചെയ്ത OS ആണ് iPadOS. iPadOSൽ iOSലുള്ള എല്ലാ ഫീച്ചേഴ്സും അതുപോലെ തന്നെ അങ്ങോട്ടും കടമെടുത്തിട്ടുണ്ട്. എന്നാൽ എക്സ്ട്രാ ആയിട്ട് വന്നേക്കുന്നത് iOS 16 നമുക്ക് iPadOS 16 ലഭിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ലോക്ക് സ്ക്രീൻ വിജിറ്റ്. ലോക്ക് സ്ക്രീൻ ഇനി മുതൽ നമുക്ക് iPadOS 17 കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഐഫോണിൽ നമുക്ക് iOS 16 എങ്ങനെയാണോ കസ്റ്റമൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ വാൾപേപ്പർ, നമ്മുടെ ഫോണ്ടുകൾ, അതോടൊപ്പം തന്നെ നമുക്ക് വിജിറ്റുകളും ലോക്ക് സ്ക്രീനിൽ ആഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ വിജിറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിച്ച ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന വിജിറ്റുകൾ നമുക്ക് ഇനി മുതൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ iPadOSൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് PDF എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഇനി മുതൽ ഓൺ ഡിവൈസ് നമുക്കൊരു തേർഡ് പാർട്ടി PDF ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ PDF എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഈവൻ സ്കാൻഡ് PDF ആണെങ്കിൽ പോലും, നമ്മൾ ക്യാമറ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത PDF ആണെങ്കിൽ പോലും
നമുക്ക് ഓട്ടോ ഫില്ല് അതുപോലുള്ള സകല കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് PDF-കൾ എഡിറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ സ്റ്റേജ് മാനേജറിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇംപ്രൂവ്മെൻറ്റ്സ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. iPadOS കഴിഞ്ഞതിന് ശേഷം ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു OS ആയിരുന്നു macOS സൊനോമ. പെട്ടെന്ന് ആ പേര് കേൾക്കുമ്പോൾ ഇതെന്ത് സാധനമാണെന്ന് വിചാരിക്കും. പക്ഷേ ഇതൊരു കാലിഫോർണിയയിലുള്ള ഒരു വിൻയാർഡിൻ്റെ പേരാണ് ഇട്ടേക്കുന്നത് സൊനോമ. സോ macOSൽ നമ്മൾ ഈ പറഞ്ഞ iPadOSലും ഐഫോണിലും കണ്ട എല്ലാ ഫീച്ചേഴ്സും അതിലും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ മാത്രമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇനി മുതൽ വിജിറ്റുകൾ, ലൈവ് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള വിജിറ്റുകൾ നമുക്ക് ഡെസ്ക്ടോപ്പിൽ, നമ്മളുടെ നോർമൽ മാക്കിൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് നമുക്ക് ഡ്രാഗ് ചെയ്ത് തരാനും അവിടുന്ന് യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേയധികം സ്ക്രീൻ സേവേഴ്സ് നമുക്ക് ആപ്പിൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ വിജിറ്റുകളുടെ കാര്യം, വിജിറ്റുകളെ നമുക്ക് വിജിറ്റ് ഗാലറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഐഫോണിലും നമ്മളുടെ ഐപാഡിലും ഒക്കെ യൂസ് ചെയ്യുന്ന എല്ലാ വിജിറ്റുകളും നമുക്ക് ഇതിനകത്തും മാക്കിനകത്തും യൂസ് ചെയ്യാൻ സാധിക്കും. macOSനോടൊപ്പം തന്നെ നമുക്ക് കുറച്ചധികം ആക്സസറീസിൻ്റെ കാര്യത്തിലും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ് എയർപോഡ്സ് ഇനി മുതൽ നമുക്ക് ഒരൊറ്റ സിംഗിൾ ടാപ്പിൽ, അതായത് എയർപോഡ്സിൻ്റെ സ്റ്റെമ്മിൽ എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ, അതോടൊപ്പം തന്നെ തേർഡ് ജനറേഷൻ എയർപോഡ്സ് പ്രോയിൽ സ്റ്റെമ്മിൽ നമ്മൾ ജസ്റ്റ് 1 ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ 1 പ്രസ് ചെയ്താൽ നമുക്ക് മ്യൂട്ട് ആക്കാനും മറ്റൊരു പ്രസ്സിലൂടെ നമുക്കത് അൺമ്യൂട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജനറേഷനിൽ പുതുതായിട്ടൊരു മോഡും കൂടെ ആപ്പിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് അഡാപ്റ്റീവ് ഓഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു അഡാപ്റ്റീവ് ഓഡിയോ എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മളുടെ ആ ഒരു കണ്ടീഷൻ, നമ്മൾ നിൽക്കുന്ന ആ ഒരു എൻവയോൺമെൻറ്റ് ചുറ്റുപാടനുസരിച്ച് അതിൻ്റെ കണ്ടീഷൻ മാറും. അതായത് ലൗഡായിട്ടുള്ള നോയ്സാണ് കേൾക്കുന്നെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യും. എന്നാൽ മറ്റാരെങ്കിലും അടുത്ത് വന്ന് സംസാരിക്കുന്ന ഒരു വോയിസ് ആണ് കേൾക്കുന്നതിൽ ഓട്ടോമാറ്റിക്കലി അത് ട്രാൻസ്പെറൻസി മോഡിലേക്ക് സ്വിച്ച് ചെയ്ത് നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കും. സോ കംപ്ലീറ്റ്ലി നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു മോഡാണ് ഈ ഒരു അഡാപ്റ്റീവ് ഓഡിയോ മോഡ് എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ ആപ്പിൾ ഇംപ്രൂവ് ചെയ്ത ഒരു കാര്യമാണ് നമ്മളുടെ ഓട്ടോമാറ്റിക് സ്വിച്ചിങ് ഡിവൈസുകളിൽ നിന്ന്, അത് ഐഫോണിൽ നിന്ന് ഐപാഡിലേക്ക്, ഐപാഡിൽ നിന്ന് മാക്കിലേക്ക് നമ്മൾ പല സമയത്തും നമ്മളുടെ എയർപോഡ് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിലേ ആപ്പിൾ ഒഴിവാക്കിയിട്ടുണ്ട്. സോ കുറച്ചധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മളുടെ ഈ ഒരു ഡിവൈസ് സ്വിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഫൈനലി വാച്ച് OSന് അത്യാവശ്യം കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് വിജിറ്റുകൾ ഇനി മുതൽ നമ്മുടെ ആപ്പിൾ വാച്ചിൽ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ എന്ത് കാര്യം ലൈവ് ആക്ടിവിറ്റി ചെയ്താലും അതിൻ്റെ വിജിറ്റ് നമുക്ക് ഈ ഒരു ക്രൗൺ നമ്മൾ മേളിലേക്ക് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വിജിറ്റുകൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണ്ടോ, ഏതൊക്കെ വിജിറ്റുകളുണ്ടോ അതെല്ലാം നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന രീതിയിലുള്ള വിജിറ്റുകൾ കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് 2 വാച്ച് ഫേസുകൾ, പാലറ്റും സ്നൂപ്പി എന്നുള്ള പേരുകളിൽ 2 വാച്ച് ഫേസുകൾ ആപ്പിൾ പുതുതായിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിൽ ഫോക്കസ് ചെയ്തേക്കുന്ന കുറച്ച് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഫിറ്റ്നസ്സുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഫങ്ഷണാലിറ്റീസ് ആണ്. അതിലൊന്നാമത്താണ് സൈക്ലിങ്ങും ഹൈക്കിങ്ങും. അതിന് കൂടുതലായിട്ടുള്ള കുറേയധികം ഇൻഫർമേഷൻസ്, കുറേയധികം ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതോടൊപ്പം തന്നെ നമുക്ക് ഓഫ്ലൈൻ മാപ്പും, അതായത് ട്രക്കിങ്ങിന് വേണ്ടിയുള്ള ഓഫ്ലൈൻ മാപ്പ്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓഫ്ലൈൻ മാപ്പും നമ്മുടെ ആപ്പിൾ വാച്ചിൽ കൊടുക്കുന്നുണ്ട്. അത് കറൻ്റ്ലി US മാത്രമേ ഉള്ളായിരിക്കും. പിന്നീട് ഇതിൽ കോമ്പസ് എന്ന് പറഞ്ഞ ഫങ്ഷണാലിറ്റിക്കാണ് കുറേയധികം ചേഞ്ചസ് വന്നത്. ഇതിൽ 3D എലിവേറ്റഡ് ആയിട്ടുള്ള വ്യൂവിൽ നമുക്ക് ഇനി മുതൽ കോമ്പസ് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ടൈം ഇൻ എ ഡേലൈറ്റ്, സ്ക്രീൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 2 പുതിയ അടിപൊളി ഫീച്ചേഴ്സും ആപ്പിൾ WatchOSൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ OSകളെ പറ്റിയും ഹാർഡ്വെയറുകളെ പറ്റിയുള്ള WWDC 2023 വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace out.